പേര് വളരെ മാതൃകാപരമായ പ്രവർത്തനമായിട്ടാണ് ഈ പഴയതായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പരിശോധിച്ചാൽ വിദ്യാഭ്യാസം ഇത്രമേൽ ആഴ്ത്തിറങ്ങിയ മറ്റൊരു സംസ്ഥാനം കാണാൻ സാധിക്കും. ഏറ്റവും താഴെത്തട്ടിൽ തുടങ്ങി ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ അത്രയേറെ ശക്തമാണെന്ന് വിദ്യാഭ്യാസ മേഖല മാത്രമല്ല, സാക്ഷരത എന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആർക്കും തന്നെ എഴുത്തും വായനയും അറിയാത്ത ആരും തന്നെ ഉണ്ടാകുകയില്ല. 100% സമ്പൂർണമായ സാക്ഷരത കൈവരിച്ച നാടാണ് കേരളം. നമുക്കറിയാം, ഇടയ്ക്ക് എല്ലാവരും റീൽസൊക്കെ കാണുന്നില്ല. ഈ റീൽസിൽ തന്നെ ഒരു പെൺകുട്ടി മാല വയ്ക്കാൻ പോയി വയറിലായത് കുംഭമേളയ്ക്ക് എല്ലാവരും കണ്ടുകയാണ്. ആ കുട്ടിയുടെ പേര് മോണോലിസയായിരുന്നു. അത് വയർ വീഡിയോ ആണ്. ഇവിടെ ഇരിക്കുന്ന കാണാത്ത ആരും തന്നെ ഉണ്ടായില്ല. അതിൽ ആ കുട്ടിയുടെ ചിരി കൊള്ളാം, മൂക്ക് കൊള്ളാം, കണ്ണു കൊള്ളാം. ഭയങ്കര വൈറലായ ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു. ആ സോഷ്യൽ മീഡിയയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ആ കുട്ടിയോട് ചോദിച്ചു, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ സ്കൂളൊന്നും എനിക്കറിയില്ല എന്ന് വെച്ചാൽ ആ പ്രദേശത്ത് ആ കുട്ടിയുടെ ബന്ധുക്കളോ നാട്ടുകാരോ പഞ്ചായത്തോ അവിടെ ഈ സ്കൂള് എന്ന് പറയുന്ന സാധനം അവർക്കറിയില്ല. അവർക്ക് വിദ്യാഭ്യാസം ഇല്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ നോക്കിയ വിദ്യാഭ്യാസത്തിന് എത്രയേറെ പണമാണ് ഈ ഗവൺമെന്റ് നൽകുന്നത്. നമുക്ക് ഇപ്പം ഇവിടെ ഇരിക്കുന്ന പിള്ളേർക്കറിയാം, ഇപ്പം മാർച്ച് മാസം ആകുമ്പോൾ തന്നെ എല്ലാ കുട്ടികൾക്കും പുസ്തകങ്ങളും ബാക്കി എല്ലാം സ്കൂൾ അടയ്ക്കുന്നതിന് മുന്നേ തന്നെ സ്കൂളിൽ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ജൂൺ 2 സ്കൂൾ തുറക്കുമ്പോൾ ഇതേപോലെ നമുക്ക് സ്കൂളിൽ പോകേണ്ട എല്ലാ സൗകര്യവും നമ്മൾ ഒരുക്കുകയാണ്, ഗവൺമെൻറ് ഒരുക്കുകയാണ്. 2000 ഇവിടെ ഇപ്പോൾ 9 വർഷത്തിന് മുന്നേ ഉമ്മൻചാണ്ടി സർക്കാരാണ് ഭരിച്ചിരുന്നത്. ആ സമയത്ത് ഓണമായാൽ പോലും നമുക്ക് നമ്മുടെ പുസ്തകങ്ങളൊന്നും കയ്യിൽ വന്നിട്ടില്ല. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുൾ റബ്ബായിരുന്നു നമുക്ക് വിദ്യാഭ്യാസ മന്ത്രി. അന്ന് ആ മന്ത്രി പറഞ്ഞത് ഓണം നേരത്തെ ആയതുകൊണ്ടാണ് നമുക്ക് പുസ്തകങ്ങളൊന്നും വരാത്തത്. ഇപ്പം നമുക്കറിയാം, സ്കൂളുകളിൽ അടച്ചുറപ്പുള്ള സ്കൂളുകൾ, ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ടായി. മുന്നേയൊക്കെ ഗവൺമെൻറ് സ്കൂളിൽ ആരും വരില്ല, അൺഎയ്ഡഡ് സ്കൂളിലേക്കാണ് എല്ലാ വിദ്യാർത്ഥികളും പോയിക്കൊണ്ടിരുന്നത്. ഇന്നാണെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളുകളൊക്കെ അടച്ചു തുടങ്ങി. നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് പറയുന്നത്, കൂടുതൽ തികവോടുകൂടി തന്നെ പഠിച്ച് മുന്നേറുക എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പ്രതിഭാ സംഗമത്തിന്റെ അധ്യക്ഷനായി സഹാബ് സുജിത്തിനെ ക്ഷണിച്ചു. ഈ പരിപാടി ഉദ്ഘാടനത്തിൽ സംസാരിക്കുന്നതിന് നമ്മുടെ ഓളം ഏരിയ കമ്മിറ്റി ഏരിയ സെക്രട്ടറി അടുത്താണ് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. 1-2 സ്ഥലങ്ങളിൽ ഇതുപോലത്തെ പരിപാടികൾ മിക്ക സ്ഥലങ്ങളിലൊക്കെ തിരുവല്ലത്തും അതുപോലെ തന്നെ കല്ലുമുക്കും ഇങ്ങനെയുള്ള ഓരോ ബ്രാഞ്ച് അടിസ്ഥാനത്തിലുള്ള പരിപാടികൾ കൊള്ളിച്ചുകൊണ്ടതാണ്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ വരാനുള്ള താമസമുണ്ട്. പരിപാടിയിൽ സ്വാഗതം ചെയ്ത് സംസാരിക്കുന്നതിലേക്ക് വേണ്ടി ഭരണി ബ്രാഞ്ച് സെക്രട്ടറി സഹാബ് സോണി ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സഹാബ് സുജിത്തിനെ ഈ പ്രതിഭാ സംഗമത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു. സംസാരിക്കുന്നത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഹാബ് അഡ്വക്കേറ്റ് സജിത്താണ്. അജിത്തിനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഈ പരിപാടിയുടെ പഠനോപകരണ വിതരണവും SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിക്കുകയും ചെയ്യുന്നത് CPIM കോവള ഏരിയ കമ്മിറ്റിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗവും കരിങ്കുളത്തിന്റെ ചുമതലക്കാരനുമായ സഹാബ് KG സനൽകുമാറാണ്. സഹാബിനെ ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗം സഹാബ് വിൽസൺ സഹാബ് പങ്കെടുക്കുന്നുണ്ട്. സഹാബിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 6ാം നമ്പർ സഹാബ് സുനിതകുമാരി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. സഹാബിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 4ാം നമ്പർ സഹാബ് വത്സല ചേച്ചി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ചേച്ചി ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പാർട്ടി മുൻ ബ്രാഞ്ച് സെക്രട്ടറി സഹാബ് കൃഷ്ണമൂർത്തി സഹാബ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സഹാബിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പാർട്ടി മെമ്പർമാരായ സഹാബ് ജീന, പാർട്ടി
അനുഭാവി ബാക്കി ഇവിടെ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രതിഭാ സംഗമം അതിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പർ സഖാവ് സനലിനെ ക്ഷണിച്ചു. പരിണിയം ബ്രാഞ്ച് സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഭാ സംഗമവും പഠനോപകരണ വിതരണത്തോടനുബന്ധിച്ചുള്ള ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള സഖാവ് സുജിത്ത്, ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന CPIM-ന്റെ കരിങ്കുളം ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് ബിൽസൺ, പാർട്ടി ബ്രാഞ്ചിന്റെ സെക്രട്ടറി, ഇവിടെ സ്വാഗതം ആശംസിച്ച നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള സഖാവ് സോണി, കരിങ്കുളം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള സഖാക്കൾ സുനിതകുമാരി, വത്സല, പാർട്ടിയുടെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് കൃഷ്ണൻകുട്ടി, SLC പ്ലസ് 2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച ഈ നാടിന്റെ അഭിമാനങ്ങളായി മാറിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങാനായി ഇവിടെ എത്തിയിട്ടുള്ള ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള വിദ്യാർത്ഥിനികൾ, രക്ഷകർത്താക്കളെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇവിടെ ഉദ്ഘാടക പ്രാസംഗികൻ, ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാകുന്ന ഒട്ടേറെ ഘടകങ്ങളിൽ അതിലൊരു ഘടകമാണ്, അതിലൊരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നാട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുവാനും ഈ നാടിലെ മാറ്റത്തിന്റെ ശബ്ദമായി മാറാനുള്ള മാതൃകയാക്കാൻ കഴിയുന്ന കൂട്ടരെന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആ വിദ്യാർത്ഥികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ബഹുമാനമുള്ള ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സഖാവ് സുജിത്ത്, ഉദ്ഘാടനം ചെയ്യാൻ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സഖാവ് അജിത്ത്, കോമള ഏരിയ മെമ്പറായ സഖാവ്, 6ാം വാർഡിന്റെ വാർഡ് മെമ്പറായ ആദരണീയ സുനിതകുമാരി, സ്നേഹബഹുമാനമുള്ള രക്ഷകർത്താക്കളെ, കുഞ്ഞുമക്കളെ, സ്കൂൾ തുറന്ന് അന്തരീക്ഷമെല്ലാം ശാന്തമായി വളരെ സന്തോഷത്തോടുകൂടെയാണ് നിങ്ങളായിരിക്കുന്നത്. ഒരു ദീർഘമായ പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല. 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തത്തെ വേദിയിൽ നിന്ന് ഞാൻ വിരമിച്ചുകൊള്ളാം. നമുക്ക് ഏറ്റവും അനശ്വരമായ ഒരു സ്വത്താണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമ്മൾ നേടിയെടുക്കുന്ന പണവും സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടാലും നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു സ്വത്താണ്. ആർക്കും അതിനെ കടന്നാക്രമിക്കാനോ മോഷ്ടിച്ചെടുക്കാനോ പറ്റാത്ത ഒരു അമൂല്യ നിധിയാണ് നമുക്ക് വിദ്യാഭ്യാസം. അതെത്ര തന്നെ നിങ്ങൾ പഠിച്ചുന്നതിയിലെത്തുമ്പോൾ നിങ്ങൾക്ക് നൽകുന്ന അറിവ് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനും പകർന്നു നൽകാനും നിങ്ങൾക്ക് ഇടയാവണം. നിങ്ങൾ എല്ലാ ഇടങ്ങളിലും നിങ്ങൾ കടന്നു ചെല്ലണം. നമ്മൾ വിദ്യാഭ്യാസം പൂർണ്ണമായും നമ്മളെ സർക്കാർ സൗജന്യമാണ്. 1 തൊട്ട് +2 വരെ പഠിക്കുന്ന കുട്ടികൾക്കായാലും ശരി, അതിന് മുന്നൊരുക്കത്തിലൂടെ ഡിഗ്രികൾക്ക് പോകുന്ന പിള്ളേർക്കായാലും മെറിറ്റിലൂടെ സർക്കാർ അനവധി സീറ്റുകളാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് നിങ്ങൾക്ക് കാശ് കൊടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സർക്കാർ സ്കൂളുകളെല്ലാം തന്നെ ഹൈടെക്കായി മാറിക്കഴിഞ്ഞു. നിങ്ങൾ ഏറ്റവും കൂടുതലായി സർക്കാർ സ്കൂളുകളെയും അംഗൻവാടികളെയും പ്രോത്സാഹിപ്പിക്കാനും
അവർക്ക് കടന്നു വരാനുമുള്ള മനസ്സ് കാണിക്കണം. അതുപോലെ സഖാവ് പറഞ്ഞതുപോലെ നല്ല കുഞ്ഞുങ്ങളെല്ലാം നല്ല ശീലത്തിന് വേണ്ടി നല്ലൊരു വായനക്കാരാവണം. ഏത് പുസ്തകങ്ങൾ കിട്ടിയാലും നിങ്ങളെ പുസ്തകം നിങ്ങൾ മൊബൈലിൽ അഡിക്റ്റ് ആവാതെ ദയവ് ചെയ്ത് നിങ്ങൾ മൊബൈലിനെ മാറ്റി നിർത്തിക്കൊണ്ട് പുസ്തകം വായിച്ച് വായനയിലൂടെയുള്ള അറിവ് പകരാൻ നിങ്ങൾക്ക് ഇടയാകണം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വിമുക്തമായ ഒരു പഞ്ചായത്താക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് വീടുകളിലുള്ള കരമാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ നിങ്ങൾ അനുവദിക്കുകയും ചെയ്യരുത്. നമ്മുടെ പൊതു ഇടങ്ങളെല്ലാം വളരെ ശുചീകരണമായിട്ട് സൂക്ഷിക്കാനും നിങ്ങൾക്ക് കഴിയണം. അതുപോലെ നിങ്ങൾ കൂടുതലായിട്ട് സ്നാക്സ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ വീട്ടിൽ പാകം ചെയ്യുന്ന ആഹാരങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതൊരു 2 ബുക്കോ ഒന്നും തന്ന് ഉള്ള ഒരു ഇതെല്ലാം നമ്മൾ വർഷം തോറും ഇങ്ങനെ +2-നും 10ാം ക്ലാസ്സും ഒക്കെ ഉന്നത വിജയം നേടുന്നവരെ നാടിന് മുമ്പേ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു പ്രോത്സാഹനത്തിന് വേണ്ടിയാണ്. നാളെ നിങ്ങളിവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും ഒരു കുട്ടി പോലും തോൽവി ഏറ്റുവാങ്ങാതെ എല്ലാവരും +2-നും 10ാം ക്ലാസ്സിനും ഒക്കെ എല്ലാ വിഷയത്തിനും A+ വാങ്ങി നമുക്കൊരു നാടിൻ്റെ അഭിമാനമായിട്ട് എല്ലാവരും കാണാൻ ഒരു ആദരവ് ഏറ്റെടുക്കാൻ വേണ്ടി അതിനൊരു പ്രോത്സാഹനം തരാൻ വേണ്ടി ഒരു സംഗമമാണ് കുഞ്ഞുങ്ങളെ ഒരു പ്രതിഭാ സംഗമമാണ്. പ്രതിഭ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അറിവ് കൂടുതലുള്ള കുട്ടികളുടെ എല്ലാവരും അറിവുള്ളവരാണ്. അവരെ ഒരു സംഗമമാണ്. അതുകൊണ്ട് നിങ്ങൾ എത്തിപ്പെടാത്ത എല്ലാ സ്ഥലങ്ങളിലും പൂർണ്ണമായിട്ട് ഉന്നതിയിലേക്ക് തന്നെ വരുമാറാകട്ടെ എന്ന് ജഗദീശൻ നിങ്ങൾക്കുള്ള നല്ല ബുദ്ധിയും നല്ല ആയുസ്സും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിയിൽ സംബോധന ചെയ്ത് സംസാരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ വാർഡ് മെമ്പർ ക്ഷണിക്കുന്നു. നമ്മളെല്ലാവരും കാത്തിരുന്ന ഉദ്ഘാടനം എത്തിയിട്ടുണ്ട്. നമ്മുടെ കോളം ഏരിയ സെക്രട്ടറി സഖാവ് അഡ്വക്കേറ്റ് അജിത്ത് ഏറെ ആദരവോടെ ഈ പ്രതിഭാ സംഘം ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് വേണ്ടി സഖാവിനെ ക്ഷണിച്ചു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട പാർട്ടിയുടെ നേതാവ് KG സനൽകുമാർ, പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ഗംഗാ പ്രസാദ്, സുനിത, വത്സല, മറ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി, DYFIയുടെ നേതാക്കന്മാർ, പ്രിയമുള്ള രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, ഇവിടെ ഈ പ്രതിഭാ സംഗമവും പഠനോപകരണ വിതരണവും ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ എത്തിച്ചേരണമെന്ന് പ്രതീക്ഷിച്ചതാണ്. പേരകത്ത് നമ്മുടെ സനലിൻ്റെ നാട്ടിൽ മന്ത്രി കൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് താമസിച്ചതിന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ക്ഷമിക്കുകയാണ്. ഈ പ്രതിഭാ സംഗമത്തിൻ്റെ ഉദ്ദേശങ്ങളെ കുറിച്ചൊക്കെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായിട്ടുള്ള നേതാവായിട്ടുള്ള സഖാവ് സനൽ സാമാന്യം ദുഃഖമായി സൂചിപ്പിച്ചിരിക്കും എന്ന് കരുതുകയാണ്. SLCക്കും +2-നും ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മുടെ നാടിനകത്ത് തന്നെ അഭിമാനകരമായ വിജയം കരസ്ഥമാക്കിയ മുഴുവൻ കൂട്ടുകാരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ഹാർദവുമായി അഭിനന്ദനം അറിയിക്കുകയാണ്. മറ്റൊന്ന്, ഇവിടെ നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള കൂട്ടുകാർക്ക് നോട്ട്ബുക്ക് വിതരണം ചെയ്യുകയാണ്. നിങ്ങളെല്ലാം സ്കൂൾ തുറന്ന നോട്ട്ബുക്ക് എല്ലാവർക്കും കിട്ടിക്കാണും. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ശബ്ദമാണ്. അപ്പൊ ഞാന് SLCക്കും +2-നും ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഈ സമൂഹം
മത്സരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഇനിയിപ്പോ +2 പരീക്ഷ കഴിഞ്ഞിട്ട് നീറ്റ് എക്സാം എഴുതുന്ന എൻട്രൻസ് എക്സാം എഴുതുന്ന ആളുകൾക്കറിയാം, ഒരു മാർക്ക് കുറഞ്ഞു പോയാൽ 5000-നും 7000-നും താഴെയുള്ള റാങ്കിലേക്ക് നമ്മൾ പോകും, ഇല്ലേ? അങ്ങനെയല്ലേ? എവിടെ +2 എഴുതിയ കൈയൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ പാലാ ബ്രില്യന്റിലോ ഇവിടെ സഫയറിലോ ഒക്കെ പഠിക്കുന്ന ആളുകൾക്കറിയാം. അത് മാത്രമല്ല, നമുക്ക് നല്ല റാങ്ക് കിട്ടിയാൽ മാത്രമേ ഗവൺമെന്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. MBBS-ലാണെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിലാണ്. MBBS-ന് അഡ്മിഷൻ കിട്ടുന്ന ആളുകൾ എയിംസിലോ ജിപ്പറിലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ സർക്കാർ മെഡിക്കൽ കോളേജിലോ അലോട്ട്മെന്റ് കിട്ടിയാൽ മാത്രമേ സർക്കാർ ഫീസിൽ പഠിക്കാൻ പറ്റുള്ളൂ. എഞ്ചിനീയറിംഗിനും അതേപോലെ തന്നെ മാനേജ്മെന്റ് കോട്ടയിൽ അലോട്ട്മെന്റ് വന്നാൽ മാനേജ്മെന്റിന്റെ ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും നല്ലവണ്ണം പഠിക്കണം. നമ്മളിപ്പോ ഒരു PSC ടെസ്റ്റ് എഴുതാൻ പോയാലും ഒരു മാർക്ക് കുറഞ്ഞു പോയാൽ 5000-നും താഴെയുള്ള റാങ്കിലേക്ക് നമ്മൾ തള്ളപ്പെടും എന്നുള്ളതാണ്. നമ്മുടെ സമൂഹം മത്സരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ രീതിയിൽ പഠിക്കണം എന്നുള്ളതാണ്. പഠിക്കുന്ന അക്കാദമിക് വിദ്യാഭ്യാസം നേടുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് പ്രിയങ്കരായിട്ടുള്ള കുട്ടികളോട് സൂചിപ്പിക്കുവാനുള്ളത്. ആർക്കെങ്കിലും ഒരു A+ കിട്ടാതെ പോയി എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യവുമില്ല, ഇല്ലേ ഗംഗാപ്രസാദ്? വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഒരു ജയിച്ച അത്യാവശ്യം കഷ്ടിച്ച് ജയിച്ചു എന്ന് പറഞ്ഞാലും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ചരിത്രത്തിന്റെ താളുകളിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പുറകിലിരിക്കുന്ന ആളുകളുടെ ശബ്ദം ഉണ്ടാകാതിരുന്നാണ് നമ്മുടെ ചരിത്രത്തിന്റെ താളുകളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെയാണ്. ഇന്ന് കേരളത്തിലെ DGP ആയിരിക്കുന്ന വിജയൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ, അദ്ദേഹം പാവപ്പെട്ട ഒരു ദളിത് കുടുംബത്തിൽ ജനിച്ചതാണ്. പട്ടികജാതി കുടുംബത്തിൽ ജനിച്ച വളരെ കഷ്ടതകളും യാതനകളും നിറഞ്ഞ ചുറ്റുപാടുകളിൽ ജനിച്ചു വളർന്ന വിജയൻ എന്ന് പറയുന്ന അന്നത്തെ വിദ്യാർത്ഥിക്ക് 10ാം ക്ലാസ് പരീക്ഷയിൽ ജയിക്കുവാൻ കഴിഞ്ഞില്ല, തോറ്റുപോയി. ആ തോറ്റതിന്റെ ഭാഗമായി അദ്ദേഹം എന്ത് ചെയ്തു? മേശരിപ്പണിക്ക് അച്ഛനെയും അമ്മയും സഹായിക്കാനായിപ്പോയി. നമ്മുടെ നാടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊത്തന്റെ കയ്യാളായിപ്പോയി. 2 വർഷം അദ്ദേഹം മേശരിപ്പണിക്ക് പോയി. അപ്പോഴാണ് അദ്ദേഹം ഒരു ദിവസം നോക്കുമ്പോൾ തന്റെ കൂടെ പഠിച്ച കൂട്ടുകാരെല്ലാം ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്നു. എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം മനസ്സുരുകി അദ്ദേഹം പഠിക്കാൻ തുടങ്ങി. അടുത്ത SLC പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ്സിൽ അദ്ദേഹം പാസ്സായി. പിന്നെ ഡിഗ്രി പാസ്സായി, ഡിഗ്രി പാസ്സായി, സിവിൽ സർവീസ് എഴുതി, IPS നേടി. ഇന്ന് കേരളത്തിലെ DGP ആണ്. അപ്പൊ ഈ ലോകം പരാജയപ്പെട്ട ആളുകൾക്ക് കൂടി ഉള്ളതാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, രക്ഷകർത്താക്കളോട് ഒക്കെ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, പ്രത്യേകിച്ച് ഇവിടെ അമ്മമാരെ പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടം നമ്മൾ ജീവിക്കുന്ന സമൂഹം ഒരു ആഗോളവൽക്കരണ കാലഘട്ടത്തിന്റെ ഭാഗമായി സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ വിപത്തുകളും നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ കുട്ടികൾ സ്കൂളിൽ പോയി കോളേജിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മമാര് അവരുടെ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഏറ്റവും നല്ല സുഹൃത്തായി മാറുവാൻ കഴിയണം. ജനിക്കുന്ന കുട്ടി, അവന്റെ മനസ്സ് എന്ന് പറയുന്നത്, ഒരു കുട്ടി ഇവിടെ ജനിക്കുന്നത് ഒന്നും എഴുതാത്ത മനസ്സുമായിട്ടാണ്. empty slate എന്ന് പറയും. നത്തിങ് ഈസ് റിട്ടൺ. അതിന് സൈക്കോളജിയിൽ പറയുന്നത് ടാബുല റാസ എന്നാണ്. അവന്റെ മനസ്സ് രൂപപ്പെടുത്തുന്നതിൽ വീട്ടുകാർക്കുള്ള പങ്ക്, രക്ഷകർത്താക്കളുള്ള പങ്ക് വളരെ വലുതാണ്. ഓരോ ദിവസവും സ്കൂളിലും കോളേജിലും നടന്നിട്ടുള്ള കാര്യങ്ങൾ അമ്മ ചോദിച്ചറിയണം. അവന്റെ വിഷമങ്ങൾ മനസ്സിലാക്കണം. കേവലം യാന്ത്രികമായി അക്കാഡമിക് വിദ്യാഭ്യാസത്തിന് അപ്പുറം സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് കുട്ടികൾ മനസ്സിലാക്കണം. അടുത്ത കാലത്തുണ്ടായിട്ടുള്ള 2-3 വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.